ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുവോണമല്ലേ ഇന്ന്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന വീട്ടിൽ ഓണം ഇട്ടിട്ടുണ്ട് കേട്ടോ, പൂക്കളം. പിന്നെ അതാ വീട്ടിലും ചെറുതായിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നേരം മഴയായിരുന്നു രാവിലെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി വെയിലിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ചത് ആ സദ്യ വിളിച്ചത് ആ വീട്ടിലാട്ടോ. ഇപ്പോൾ തുണികളൊക്കെ ഉണങ്ങാനിടണം. കാത്തുക്കുട്ടി ഇതാ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടക്കാം കേട്ടോ. അത് 2 തലക്കാണിയൊക്കെ വെച്ചിട്ട് കിടക്കും. അവൾക്ക് ഇങ്ങനെ നമ്മൾ പുതപ്പ് മടക്കി അവിടെ വെച്ചാലും വലിച്ച് ഇടും കേട്ടോ അവൾ. പിന്നെ നമുക്കിന്ന് ഇതാ ചോറ് ഞാൻ കുക്കറിൽ വെക്കുക കേട്ടോ. അപ്പം ഇന്ന് കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ തൊട്ട വീട്ടിൽ നിന്ന് കാണിച്ചതില്ലേ പൂക്കളോട്ട് വീട്ടിൽ നിന്ന് സാമ്പാർ, പിന്നെ കണ്ടോ 2 തരം ഉപ്പേരി, പഴം തന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഓണർ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി പായസം തന്നിട്ടുണ്ട്. ചോറ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. രസം കേട്ടോ, രസം തന്നിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പായസം രാവിലെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ പപ്പടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് മൂടി വെച്ചിരിക്കണം. ഇന്നലെ റിയാസ് ഖാൻ്റെ അവിടെ നിന്ന് കുറച്ച് സാമ്പാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി സാമ്പാറും 2 കൂട്ട് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചക്ക് നമ്മൾ അവിടെയും വിളിച്ചിട്ടുണ്ട്. ഓഫാക്കാം. പത പൊന്തി ഇങ്ങനെ വരുന്നില്ലേ പത, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരാൾ പറഞ്ഞു എണ്ണ വീത്തിയിട്ട്, പക്ഷേ ചോറിൽ എങ്ങനെ എണ്ണ വീത്തുക, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. 2 തരം പായസം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുടിച്ചാൽ ഷുഗർ കൂടും. പിന്നെ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് സാമ്പാർ. ഇതെന്ത് പായസം എന്ന് അറിയില്ല കേട്ടോ. അത് ഗോതമ്പ് പായസം, ഇത് ചെറുപയർ പരിപ്പാണ് തോന്നുന്നത്. നമ്മുടെ ഹൗസ് ഓണർ തന്നതാട്ടോ. പിന്നെ ഹൗസ് ഓണർ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. തേര് വിട്ടുതരാട്ടോ നമുക്ക് ഈ കറികളൊക്കെ തന്നത്. ഇത് കടലപ്പരിപ്പും ചേനയും അങ്ങനെ എന്തോ ഉള്ള കറിയാന്ന് തോന്നുന്നു. പയറുപ്പേരി, 2 തരം കറി, ഒരു പഴവും ഒരു പായസം, പപ്പടം കേട്ടോ. പിന്നെ സാമ്പാറും കൂട്ടുമെന്ന് അറിയില്ലാണ് ലേസ് തന്നു. പിന്നെ ഇഞ്ചിപ്പുളിയും തന്നു, ഇഞ്ചിപ്പുളി അച്ചാർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊന്നും വെക്കണ്ട കേട്ടോ, കറികളൊന്നും വെക്കണ്ട. ചോറ് മാത്രം കുക്കറിൽ ഞാൻ വെച്ചു. 1 മണിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. റഹീസ്ക്കാക്ക് ഇന്ന് തിരുവോണമായിട്ട് ലീവാണ്. അപ്പോൾ റഹീസ് കുട്ടി ഇതാ കാല് അമത്തി കൊടുക്കട്ടോ. അത്താക്ക് കാലമത്തി കൊടുക്കട് അല്ലേ, അമത്തി കൊടുക്കല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതാട്ടോ ഒരു 1:15 ഞങ്ങൾ പോകാണ്ടായപ്പോൾ ചേച്ചി അവിടെ നിന്ന് വിളിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ പോകാൻ മടിയായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചേച്ചി വിളിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, നേരെ പോയി. നമ്മുടെ തൊട്ടപ്പുറത്താട്ടോ, ഈ റോഡിൻ്റെ ഫ്രണ്ട് സൈഡാട്ടോ ഒരു വീട്. അപ്പോൾ ഇതാ ഞാനും രജിക്കുട്ടിയും റിൻഷിമോളും ഉമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാട്ടോ എൻ്റെ വീട്ടിൽ മുറ്റത്തും സിറ്റൗട്ടിലൊക്കെ പൂക്കളമിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂക്കളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അതിൻ്റെ കൂടെ വേറെയും കുറച്ച് ഫ്രണ്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആദ്യം ഇരുന്ന് കഴിച്ചു. അപ്പോൾ 2 റൂമും ഒരു ഹാളും പിന്നെ അടുക്കളയും സ്റ്റോർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളൊന്നും അധികം പോയി നോക്കിയില്ല. പിന്നെ ഫ്രണ്ടിൽ ഇതാ അങ്ങനെ കൃഷ്ണൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചുമര് നിറച്ചും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് എല്ലാതും നോക്കി, ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കി വീടിൻ്റെ. പിന്നെ രാവിലത്തെ കഴിച്ചത് തന്നെ 12 മണിക്കാട്ടോ. അപ്പോൾ അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 മണിയാവാനായി ഞങ്ങൾ കഴിക്കുമ്പോൾ. 1:15 നമ്മൾ പോയത്. പിന്നെ ഇതാ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വലിയ മക്കൾ 2-3 പെൺകുട്ടികളാട്ടോ. ചേച്ചിക്ക് കയ്യിൽ 2 ഉള്ളൂ, അവിടെ ഒരാളില്ല അവിടെ. അപ്പോൾ നമ്മളിതാ പൂക്കളൊക്കെ അവിടെ ഒക്കെ നിന്ന് ചെറുങ്ങനൊരു വീഡിയോ. അപ്പോൾ ആദ്യം ഇന്നലെ വിരുന്നേര് വന്നത് അവരാട്ടോ കഴിക്കാതിരിക്കണേ. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ യൂട്യൂബും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ചോറും നിറയെ കറികളും ഉണ്ട് കേട്ടോ. ചോറ് കുറച്ചിട്ട് കറികളൊക്കെ കുറച്ച് കൂട്ടി കഴിച്ചു. പപ്പടം, 2 തരം പായസം, അങ്ങനെ നല്ല സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു കേട്ടോ. എന്താ പറയുക, ഓണത്തിന് നമുക്ക് ഇങ്ങനെ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പഴം ഉണ്ടായിരുന്നു, 3 തരം അച്ചാറുണ്ടായിരുന്നു. പിന്നെ പച്ചടി, കിച്ചടി, ബീട്രൂട്ട് പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി സദ്യ തന്നെയായിരുന്നു ഭയങ്കരമായിട്ട്. നമ്മളിപ്പോൾ ആദ്യമായിട്ടോ നമ്മളിവിടെ ഒരാളിങ്ങനെ വിളിക്കണത്. അപ്പോൾ എന്തായാലും വയറും മനസ്സൊക്കെ നിറഞ്ഞു കേട്ടോ തിരുവോണമൊക്കെ ആയിട്ട്.
റജിക്കുട്ടി പിന്നെ കുറച്ചിനെ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ റിയാസ്ക്ക് വന്നില്ല, റിയാസ്ക്ക് റൈസ് കുട്ടി വന്നില്ല. അപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് ആക്കി തന്നു കേട്ടോ, റിയാസ്ക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഇന്ന് നമുക്ക് വീട്ടിൽ ചോറ് മാത്രം വെച്ചാൽ മതി, കറികളൊക്കെ തന്നു. അപ്പോൾ രാത്രിക്കും ആയി. അപ്പോൾ 2 നേരം പായസമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കുടിച്ചതും അല്ലാണ്ട് അവിടുന്ന് അങ്ങനെ നമ്മൾ വയറൊക്കെ ഫുള്ളായി ഡോസായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നു, റിയാസ്ക്കാക്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.